അയാളൊരൊറ്റ ബുദ്ധിയാ, എടുത്തുചാട്ടക്കാരനാ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇസ്രായേലിനെയും കൂട്ടിയിട്ട് ഇറാനിൽ ബോംബിട്ടുകൊണ്ടിരിക്കുക. അതിനു മുന്നേ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ രാഖി രാമനെ തൂക്കിയിട്ട് വന്നു. ഇങ്ങനെയൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ബട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപിനെ പറ്റി ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ കാണുന്ന ആളല്ല അയാൾ, ഈ കാണിക്കുന്നതല്ല അയാൾ. പിന്നെ ആരാണ് അയാൾ? ഞാൻ പറഞ്ഞുതരാം. ഒരു അത്യാവശ്യം നല്ല റിച്ച് ഫാമിലിയിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ജനിച്ചത്. ബട്ട് അച്ഛൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എടുത്ത് നടത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പുള്ളി സ്വന്തമായിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങി. ബട്ട് 1990 കാലഘട്ടങ്ങളിൽ അത് വലിയൊരു ഡെപ്റ്റിലേക്ക്, കടക്കണിയിലേക്ക് അങ്ങനെ കൊണ്ടെത്തിച്ചു. ഡൊണാൾഡ് ട്രംപ് തീർന്നു എന്ന് വരെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അത്രയും വലിയ കടക്കണിയിൽ നിന്ന് റീനെഗോഷിയേറ്റ് ചെയ്ത്, ബാങ്ക്സുമായിട്ട് റീനെഗോഷിയേറ്റ് ചെയ്തിട്ടും ഇൻവെസ്റ്റേഴ്സുമായിട്ട് സംസാരിച്ചിട്ടും ആ ഒരു കടക്കണിയിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു വന്നു. അത് മാത്രമല്ല കേട്ടോ, അത് ഓക്കെ, അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ബട്ട് അതിനിടയിലൊക്കെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പോലെ തന്നെ പണ്ട് കാലത്തും ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് ആ കോൺട്രവേഴ്സീസ് കാരണം നഷ്ടപ്പെട്ടു പോയ ഇമേജൊക്കെ അങ്ങനെ ഒരു റിയാലിറ്റി ഷോ നടത്തിയിട്ട് തിരിച്ചു പിടിച്ചു 2010 കാലഘട്ടങ്ങളിലൊക്കെ. അതിനുശേഷം 2015 പുള്ളി ഒരു അനൗൺസ്മെൻറ്റ് നടത്തി, ഞാൻ US പ്രസിഡന്റ് ആവാൻ പോവുകയാണെന്ന്. സ്വാഭാവികം, ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, എല്ലാവരും കളിയാക്കി, ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ എന്ന്. ബട്ട് 2016 ബരാക് ഒബാമയുടെ സപ്പോർട്ടേഴ്സായിട്ടുള്ള ആളുകളെ തോൽപ്പിച്ചുകൊണ്ട് ആരധികാരത്തിൽ വന്നു? ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു. ഇതൊക്കെ വെറുതെ ഒരു കോയിൻസിഡൻസ് ആയിട്ടോ ഭാഗ്യമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തോന്നട്ടെ. അതിനുശേഷം വീണ്ടും പുള്ളി അമേരിക്കയുടെ പ്രസിഡൻ്റായി. ഭാഗ്യം കൊണ്ടാണെന്ന് ഇപ്പോഴും നമുക്ക് പറയാമെങ്കിൽ നമുക്കാണ് പ്രശ്നം, പുള്ളിക്കല്ല. സോ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുണ്ടായതാണോ ഉണ്ടാക്കിയതാണോ നമുക്കറിയില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ എടുത്തുചാട്ടക്കാരനായിട്ടും കോമാളിത്തരം കാട്ടി നടക്കുന്ന ഒരാൾ മാത്രമല്ല, അങ്ങേരുടെ ബുദ്ധി എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അങ്ങേർക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ലീഡറായിട്ട്, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടും അങ്ങേരിയിരിക്കുന്നത്. സോ ഇനി ഡൊണാൾഡ് ട്രംപിനെ പറ്റിയിട്ട് ന്യൂസസൊക്കെ കേൾക്കുമ്പോൾ അങ്ങേര് എടുത്തുചാട്ടക്കാരനാണ് അല്ലെങ്കിൽ പക്വതയില്ലാത്ത ആളാണെന്നൊക്കെ വിലയിരുത്താൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ എടുത്തുചാട്ടക്കാരനാണെന്ന് പറയുന്ന നമ്മളല്ലേ ശരിക്കും എടുത്തുചാട്ടക്കാർ?